കാലത്ത് തന്നെ നമുക്ക് കുറച്ച് മീനുകൾ കിട്ടിയിട്ടുണ്ട് ട്ടോ. കുറച്ച് വെറൈറ്റി മീനുകളാണ്. ഈ മീനിന്റെ പേരൊക്കെ ആ ചേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കതൊന്നും അത്ര ക്ലിക്കായില്ല ട്ടോ. ഈ മീനിന്റെ പേരൊക്കെ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇത് നന്നാക്കാൻ കുറച്ച് പാടുള്ള മീനുകളാണെന്ന് തോന്നുന്നു. ഇത് കുഴപ്പമില്ല ട്ടോ. ഇത് ജസ്റ്റ് കട്ട് ചെയ്ത് വിട്ടാൽ മതി. ബാക്കിയുള്ള മീനുകളൊക്കെ തോലുരിച്ച് നന്നാക്കണം എന്നാട്ടോ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടുണ്ട് ഇങ്ങനത്തെ മീനൊക്കെ വാങ്ങിക്കുന്നത്. സാധാരണ അയിലയും ചാളയും മാത്രമേ മേടിക്കാറുള്ളൂ. കുറേ നേരം കഷ്ടപ്പെട്ട് നന്നാക്കി ഒരുവിധമൊക്കെ ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുവന്നു ട്ടോ മീന്. അപ്പോൾ ഇതാണ് ട്ടോ മീനൊക്കെ വൃത്തിയാക്കിയിട്ടുള്ള ശേഷമുള്ള ഇത്. ഇനി നമുക്ക് മീന് വറുക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. കൂടുതൽ നമുക്ക് വറുക്കാനാണ് ട്ടോ മീന് വേണ്ടത്. കറി വെച്ച് കഴിഞ്ഞാൽ മീൻ അങ്ങനെ അങ്ങോട്ട് ചിലവാവാറില്ല. പിന്നെ കറി വെക്കാനും അധികം മീനും കറിയിലത്തെ മീൻ അങ്ങനെ അധികം ഇഷ്ടമില്ല ട്ടോ. അപ്പോൾ അതിൽ നീളമുള്ള 2 ചെറിയ മീൻ മാത്രമാണ് ട്ടോ കറി വെക്കാൻ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ നമുക്ക് മീൻ വറുക്കാനുള്ള പേസ്റ്റ് തയ്യാറാക്കാം. ഈ പച്ചമുളക് കറിക്ക് വേണ്ടി എടുത്തതാണ്. ഈ 3, 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3, 4 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നന്നായിട്ട് പേസ്റ്റ്, അതുപോലെ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇടണേ. അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കണം ട്ടോ മിക്സിയിലിട്ടിട്ട്. ഈ 2 ചെറിയ മീനാണ് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റിയെടുക്കണം. അത്രയും മതി നമുക്ക് കറി വെക്കാൻ ട്ടോ. ബാക്കിയുള്ള മീൻ നമുക്ക് വറുക്കാനാണ് ട്ടോ നമ്മൾ തീരുമാനിച്ചേക്കണത്. അപ്പോൾ ദേ കറി വെക്കാനുള്ള മീനൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ട്ടോ. ഇനി ബാക്കിയുള്ള മീനൊക്കെ നന്നായിട്ട് ദേ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞ് കീറി എടുക്കണം ട്ടോ. എന്നാലാണ് നമ്മൾ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് പോലത്തെ മസാല ഇതിൽ നന്നായിട്ട് പിടിക്കുള്ളൂ ട്ടോ. അപ്പോൾ ഇങ്ങനെ മീനൊക്കെ നന്നായിട്ട് വരഞ്ഞെടുക്കണം നമ്മൾ. അങ്ങനെ മീനൊക്കെ എല്ലാതും നന്നായി വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1, 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നന്നായി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം കേട്ടോ. ഈ പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പി വെക്കണം കേട്ടോ. അത് ഒരു അരമണിക്കൂറോളം നമുക്ക് വേണമെങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതെനിക്ക് കറിയിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പേസ്റ്റ് ആക്കി വെച്ചത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തന്നെ ഈ മീനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് കുറച്ച് നേരം അടച്ചു വെക്കാം കേട്ടോ. നമുക്കതിൽ കുറച്ച് കഴിഞ്ഞ് ഒരു അരയാത്ത ഇഞ്ചിയുടെ കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2, 3 ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ അടച്ചു വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറോളം നമുക്കിതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് എടുത്താൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് ഈ മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങണം. അപ്പോൾ കറി വെക്കാനുള്ള ചട്ടി ഇതേ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കണത്. അതുപോലെ തന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇടാം കേട്ടോ. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം. ആ ഒരു 3, 4 ഇല കറിവേപ്പിലയും കൂടി നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഒന്ന് വരണ്ട് വരണം കേട്ടോ ഈ സവാള നമുക്ക്. പിന്നെ നമ്മൾ അതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കറിക്കുള്ള മീൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. 2 അതിൽ നമ്മളൊന്നും മസാലയൊന്നും തേച്ചിട്ടില്ല. പിന്നെ ഒരു തക്കാളിയും കൂടി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി അരച്ച് വെച്ചപ്പോൾ 2 കഷ്ണം ഇഞ്ചി നമുക്ക് അരയാണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വെറുതെ ഇതിലേക്ക് കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുറ്റത്തുനിന്ന്. അപ്പോൾ നമ്മൾ അതൊന്ന് അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം പറ്റിയില്ല, അത് ഇത്തിരി പഴുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ പഴുക്കാത്ത ഒരു കുഞ്ഞ് മാങ്ങയുണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ ഒന്ന് അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ. പക്ഷേ ഈ പുളി നമുക്ക് പോരാണ്ട് വരും കേട്ടോ. മാങ്ങ അത്ര പുളി കുഞ്ഞു മാങ്ങയല്ലേ. പുളി നല്ല ഉള്ള മാങ്ങയാണ്, പക്ഷേ കുഞ്ഞു മാങ്ങയോട് നമുക്ക് തികയാതെ വരും. പിന്നെ നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ആ പേസ്റ്റ് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1, 1.5 ടീസ്പൂണോളം മുളക് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2, 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഗ്രേവി പരുവത്തിലാക്കി കിട്ടണം കേട്ടോ ഇതിലേക്ക്. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക്. 2 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. 2 എണ്ണം മതി. കാരണം നമ്മൾ ഓൾറെഡി പേസ്റ്റിൽ നമ്മൾ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അധികം വേണ്ട. അപ്പോൾ 2 പച്ചമുളക് ഇതുപോലെ 4ആയി കീറിയിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതേ നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചതിൻ്റെ കുറച്ച് വെള്ളം കൂടി ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കറിയുടെ ഗ്രേവി തയ്യാറാക്കാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ, ആവശ്യത്തിനുള്ളത്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും ഒന്ന് കുറവുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പുളി കുറവായതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ പുളി കുറച്ച് പിഴിഞ്ഞതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. മീൻകറി ആകുമ്പോൾ നമുക്ക് കുറച്ച് പുളി മുന്നിട്ട് നിൽക്കണമല്ലോ. പക്ഷേ നമ്മുടെ മാങ്ങയ്ക്ക് പുളി കുറവായതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ പുളി ആഡ് ചെയ്തത്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ടാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തത്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മീനും കൂടി നമുക്ക് ഇതിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. മീൻ ഇട്ടതിന് ശേഷം നമ്മൾ ഒരുപാട് ഇളക്കണ്ട. കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ.
നമ്മുടെ മീൻ കറിയൊക്കെ ദേ നന്നായി തിളച്ച് വന്നു. അപ്പോൾ അത് മറ്റേ അടുപ്പിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തീയിൽ കുറച്ച് നേരം കൂടി തിളപ്പിക്കണം. പിന്നെ നമുക്കൊരു ചീരത്തോരനും കൂടി വെക്കാനുണ്ട്. അപ്പോൾ അതൊരു ഈ കലത്തിൽ നമ്മൾ ഇനി ഒരു മൺചട്ടിയാണ് കേട്ടോ ഇതും. ഇത് നമ്മൾ ഒരു പാലക്കാട് ഒരു അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലാക്കിഷ് കളർ കണ്ടുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. കുഴപ്പമില്ല, ഒരു 200 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. അപ്പോൾ അവർ നന്നായിട്ട് മയക്കി എടുത്തിട്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെയെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചീരത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഇത് എണ്ണയൊക്കെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് എന്താ അപ്പോൾ ഈ ചെറിയുള്ളി അതുപോലെ തന്നെ ഒരു 3, 4 വെളുത്തുള്ളി 2 പച്ചമുളകൊക്കെ എടുക്കണം കേട്ടോ. അതൊക്കെ നന്നായി നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ദേ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് ഒരു ബ്രൗണിഷ് കളർ ആവണ വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കാൻ പറ്റും. ചൂട് അധികമായി കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചട്ടി കുറച്ച് ചെറുതായി പോയി എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ചീര കുറച്ച് അധികം ഉണ്ട് കേട്ടോ നമുക്ക്. പിന്നെ ഇല ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒന്ന് ചെറിയ ചൂട് തട്ടുമ്പോൾ തന്നെ വാടുമല്ലോ. ഇപ്പോൾ ഇതേ നമ്മുടെ സവാളയൊക്കെ ചെറിയ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചട്ടി മാറ്റാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ ആ ചട്ടിയിലെല്ലാം മാക്സിമം അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ നോക്കി. പിന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ചീരയൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടുമല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. മാക്സിമം നമ്മൾ അതിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണത്. ചീരയിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റണ വരെ നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വേവിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചീരത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടി ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാവാൻ വേണ്ടിയിട്ട്. അതേ വെളിച്ചെണ്ണ തന്നെയാണ് ട്ടോ ഒഴിച്ച് കൊടുക്കണത്. വെളിച്ചെണ്ണ എണ്ണ കൂടുതൽ ഉപയോഗിക്കാറ് കേട്ടോ ഇവിടെ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഈ മുഴുവൻ മീനും എടുക്കണില്ല കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീൻ മാത്രമേ, എനിക്ക് ആവശ്യമുള്ള ഒരു മീൻ മാത്രമേ ഞാൻ വറുക്കുന്നുള്ളൂ. ബാക്കിയുള്ള മീൻ വൈകിട്ടാണ് വറുക്കുന്നത്. അപ്പോൾ ഈ മോളിൽ കിടന്ന മീൻ തന്നെ എടുത്തു കേട്ടോ ഞാൻ. അപ്പോൾ ഇത് വറുക്കാൻ വേണ്ടിയിട്ട് ഇതേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടിരിക്കുന്ന മീനാണ് ട്ടോ ഉള്ളത്. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ നമുക്ക്.